ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയി സുഹൈബ് റളിയല്ലാഹു തആല റോമിൽ നിന്ന് മച്ചുവാനബീക സംസ്കാരത്തിന്റെ ആനന്ദം നുകരാൻ വന്ന വയൻമണ്ടാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മക്കയിലിരിക്കവേ അവിടെ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകണം. ആരാ സുഹൈബ്? ആരാ? മക്കയിലെ കച്ചവടക്കാരനായ സഹാബി, റോമിൽ നിന്ന് വന്ന് മക്കയിലേക്ക് കച്ചവടം ചെയ്ത സഹാബി. ആ സഹാബി ഹിജ്റക്ക് പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് പോയി. എനിക്കും ആ പ്രവാചകത്വത്തിന്റെ തിരുദർശനത്തിന്റെ പുറകെ പായണമെന്ന് ഗുരു സുഹൈബ് റളിയല്ലാഹു തആല ഹിജ്റ പോകാൻ, മദീനയിലേക്ക് പോകാൻ തന്റെ എല്ലാ സമ്പത്തുകളും ഇവിടെ തൊട്ടകപ്പുറത്ത് കെട്ടിയിട്ട് ഒട്ടകത്തെയും തെളിച്ചുകൊണ്ട് മക്കയുടെ അതിർത്തിയിലെത്തവേ മക്കക്കാര് സുഹൈബിനെ തടയുകയാ. അബൂജഹലും ഉത്ബത്തും ശൈബത്തും അടക്കമുള്ള മക്കാക്കാര് വന്ന് സുഹൈബ് റളിയല്ലാഹു തആല ഇവനെ തടഞ്ഞു നിർത്തി. ഈ സുഹൈബേ എവിടേക്കാ? ഞാനിതാ മദീനത്ത് റസൂലുള്ളാഹ് ഹബീബായ നബിയുടെ മദീനത്തേക്ക് പോവുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനത്തേക്ക് ഹിജ്റ പോവുകയാ. മക്കക്കാരെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, സുഹൈബേ നീ മദീനയിലേക്ക് പോകുന്നെങ്കിൽ പോയിക്കൊള്ളുക. നീ അതെല്ലാം സമ്പാദിച്ചതും മക്കയിൽ വന്നിട്ടാ. നിന്റെ ഈ വീടും നിന്റെ ഈ തപ്പടത്തോട്ടവും ഈ കാണുന്ന എല്ലാ സമ്പത്തുകളും നീ മക്കയിൽ നിന്ന് സമ്പാദിച്ചടാ. അതുകൊണ്ട് നീ സമ്പാദിച്ചതെല്ലാം മക്കയിൽ ഉപേക്ഷിച്ചിട്ട് മദീനയിലേക്ക് പോയിക്കോ സുഹൈബ്. ഇതുമായിട്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു പുരുഷോയിസ് കൊണ്ട് സമ്പാദിച്ചത് മുഴുവനും നമ്മുടെ നഫ്സിന്റെ ഏറ്റവും വലിയ ആഗ്രഹമേടാ. നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമേടെന്നറിയോ? അത് സമ്പത്തല്ലേ, സമ്പത്തല്ലേ, സമ്പത്തല്ലേ. അത് കിട്ടിയാൽ ആഗ്രഹിക്കാത്തത് ഞാനുണ്ടോ, നിങ്ങളുണ്ടോ? വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ. ഏറ്റവും വലിയ ഇഷ്ടം ഈ സമ്പത്തിനോടാ. ആ സമയത്ത് സുഹൈബ് റളിയല്ലാഹു അൻഹുവിനോട് സുഹൈബേ, 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 ഒരു പുരുഷായുസ് കൊണ്ട് സമ്പാദിച്ചത് ഇവിടെ ഉപേക്ഷിച്ചു പോകാൻ പറയുമ്പോ ആ സമയത്താണ് എന്നെ ശ്രമിക്കുന്നവരെ, ആ സമയത്താണ് ആശയ സംഘടന നടക്കുന്നത്. ശരീരത്തിന്റെ ആഗ്രഹം ഈ സമ്പത്ത് ഉപേക്ഷിച്ചിട്ട് പോകണോ? എന്റെ മക്കൾക്കൊന്നുമില്ലാതെ, എന്റെ ഭാര്യക്കൊന്നുമില്ലാതെ എല്ലാം ഇട്ടിട്ട് ഞാൻ പോകണോ? അതല്ല, ഏറ്റവും വലിയ ശരീരത്തിന്റെ ഇഷ്ടം സമ്പത്താ. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. നന്മ ഇഷ്ടപ്പെടാത്ത, സമ്പത്ത് ഇഷ്ടപ്പെടാത്ത ശരീരമില്ല. ആ സമയത്ത് സുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ഏറ്റവും വലിയ ആശയ സംഘടനമാ. ഈ സമ്പത്ത് മുഴുവൻ ശരീരത്തിന് ആഗ്രഹിക്കുന്ന ഈ ദുനിയാവിനെ വലിച്ചെറിയണോ? ഏറ്റവും വലിയ തൃപ്തി ഏതാ? വരിദുവാനും മിനല്ലാഹി അക്ബർ, വരിദുവാനും മിനല്ലാഹി അക്ബർ. അല്ലാഹുവിന്റെ തൃപ്തിയല്ലേ ഏറ്റവും വലുത്? ഏറ്റവും വലുത് അല്ലാഹുവിന്റെ തൃപ്തിയാണ്. തന്റെ ശരീരത്തിന്റെ എല്ലാ മോഹങ്ങളെയും സമ്പത്ത് വലിച്ചെറിഞ്ഞു, വീട് വലിച്ചെറിഞ്ഞു, ഭാര്യ മക്കളെ വിട്ടു, എല്ലാം നഷ്ടപ്പെട്ട ഒട്ടകപ്പുറത്തേറി കടിഞ്ഞാൻ വലിക്കുമ്പോ അബൂജഹൽ ഒട്ടകത്തിന്റെ മൂക്കുകേറിൽ പിടിച്ചിട്ട് പറഞ്ഞു, സുഹൈബ് ഈ ഒട്ടകവും മക്കയിലെ സമ്പാദ്യമാ. ഒട്ടകം വിട്ടിട്ട് പോ, ഒട്ടകം വിട്ടിട്ട് പോ. കാൽനടയായിട്ട് മദീനയിലേക്ക് പോക്കൂ. 450 കിലോമീറ്ററാ മക്ക മദീനയുടെ ഇടയിലുള്ള ദൂരം. ഈ ഒട്ടകം കൊണ്ടുപോകാൻ പറ്റില്ല. സഹോദരങ്ങളെ, ചരിത്രത്തിന്റെ പോരാട്ടം തുടങ്ങുകയാ. ശരീരത്തോട് പോരാടുകയാ. ശരീരം പറയും നടക്കാൻ കഴിയില്ല. കല്ലും മുള്ളും കൊള്ളും. ഈ ചുറ്റുപടുത്ത മണൽഭൂമിയിലൂടെ 450 കിലോമീറ്റർ എങ്ങനെയാ നടക്കുക? ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി ഒട്ടകം മക്കക്കാർക്ക് വിട്ടുകൊടുത്തു. പൊടി പിടിച്ച ശരീരവുമായി, ചെട പിടിച്ച ശിരസ്സുമായി, ഏകാന്ത പതികനെ പോലെ ഒരു പുരുഷായുസിന്റെ സമ്പാദ്യം മുഴുവനും മക്കയിൽ വലിച്ചെറിഞ്ഞിട്ട് മക്കയെ നോക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മദീനത്തേക്ക് നടന്നു. ബഹുമാനപ്പെട്ട സുഹൈബിനു സിനാൻ, ബഹുമാനപ്പെട്ട
ബഹുമാനപ്പെട്ട സുഹൈബ് ഇബ്നു സിനാൻ റളിയല്ലാഹു തആല അൻഹു 450 കിലോമീറ്റർ മക്കയിൽ നിന്ന് മദീനയിലോട്ട് പോയവർക്കറിയാം, മലമുകളിലൂടെ ഒറ്റയ്ക്ക് നടക്കുകയാ. ഒരു കാലൊക്കെ പോലും കയ്യിലില്ലാതെ എല്ലാം നഷ്ടപ്പെട്ട് നടന്നു പോകവേ അവസാനം മദീനത്തെത്തി. സുഹൈബ് ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ പൂമുഖം കാണുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഹബീബിനെ കണ്ട സന്തോഷത്തോട് അനുരാഗത്തിന്റെ തുന്തിരമായ മനസ്സുമായി ഇലാ ഹളറത്ത് റസൂലില്ലാഹ് ഹബീബായ നബിയുടെ അടുത്തേ കൂടി വരവേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സുഹൈബേ, ഓ സുഹൈബേ, സുഹൈബേ, അറബിഹ തിജാറത്തുക യാ സുഹൈബ്, നിന്റെ കച്ചവടം ലാഭകരമാ സുഹൈബേ. ആരാ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സുഹൈബേ, നീ ഇന്ന് ചെയ്ത കച്ചവടമുണ്ടല്ലേ, മക്കയിൽ വെച്ച് നീ വരാ നേരത്തെ ചെയ്ത കച്ചവടം, അറബിക തിജാറത്തുക യാ സുഹൈബ്, ഓ സുഹൈബ്, നിന്റെ കച്ചവടം വലിയ ലാഭമാ. ആരോടാ പറയുന്നത്? എല്ലാം നഷ്ടപ്പെട്ട് വെറും കയ്യുമായി വന്ന പ്രിയപ്പെട്ട സഹാബിയോട് ബഹുമാനപ്പെട്ട സുഹൈബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു പോയി. യാ റസൂലല്ലാഹ്, എന്തേ നബിയേ, ഞാനൊരു കച്ചവടം ചെയ്തില്ലല്ലോ നബിയേ, ഞാനൊരു കച്ചവടം ചെയ്തില്ലല്ലോ നബിയേ. ആ സമയത്താണ് കൊതിക്കണം കൂട്ടുകാരാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സുഹൈബ്, മക്കയിലെല്ലാം വിട്ടിട്ട് നീ വന്നപ്പോ നിനക്ക് വേണ്ടി ഖുർആൻ ആയത്തിറങ്ങി സുഹൈബ്. എന്റെ അടുക്കലേക്ക് ജിബ്രീൽ വന്നു. നീ മക്കയിൽ നിന്ന് മണറാരണ്യത്തിലൂടെ നടന്നു വരുമ്പോ ആ സമയത്ത് മദീനത്തിരിക്കുന്ന എന്റെ അടുക്കലേക്ക് ആകാശലോകത്ത് നിന്ന് ജിബ്രീലിനെ അല്ലാഹ് പറഞ്ഞു വിട്ടു സുഹൈബ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഓതി കേൾപ്പിക്കുകയാ, വമിനന്നാസി മയ്യശ്രീ നഫ്സഹു ബിത്തിഗാ മർളാത്തില്ലാഹ്. ഈ ആയത്തിറങ്ങിയത് എല്ലാം നഷ്ടപ്പെട്ട സുഹൈബിന് വേണ്ടിയാ. വമിനന്നാസി മയ്യശ്രീ നഫ്സഹു ബിത്തിഗാ മർളാത്തില്ലാഹ്. ജനങ്ങളിൽ ഒരു വിഭാഗം ആളുകളുണ്ട്, അവർ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സ്വന്തം ശരീരത്തെ കച്ചവടം ചെയ്യുന്നവരാ, സ്വന്തം ശരീരത്തെ കച്ചവടം ചെയ്തവരാ. അവരാണ് ലോകത്തിൽ ഏറ്റവും ലാഭകരമായ കച്ചവടം ചെയ്തതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഖുർആനിൽ ആയത്തിറങ്ങി, വമിനന്നാസി മയ്യശ്രീ നഫ്സഹു ബിത്തിഗാ മർളാത്തില്ലാഹ്. അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി തന്റെ ശരീരത്തെ കച്ചവടം ചെയ്തവർ. അല്ലാഹു നമ്മളെ അതിൽ പെടുത്തട്ടെ. ആമീൻ പറ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം. എന്തിനാ? ഇങ്ങോട്ട് നോക്ക്. പൈസ കൊടുക്കാനും സ്വർണം കൊടുക്കാനൊക്കെ ആളുകൾ നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ ശ്രദ്ധ മാറിപ്പോകും. വമീനൻ ആയത്തിറങ്ങി സുഹൈബിന്റെ പേരിൽ, റബ്ബിക തിജാറത്തുക യാ സുഹൈബ്, സുഹൈബേ, നിന്റെ കച്ചവടം ലാഭമാ. ഏത് കച്ചവടം നബിയെ? മക്കയിൽ വരാൻ കച്ചവടം ചെയ്തില്ലേ? യഥാർത്ഥത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു. ഫുൾ നമ്മൾ പറയൂലേ, ഒരു 5 പൈസ കിട്ടിയില്ല, മൊത്തം നഷ്ടമായിരുന്നു. നട്ടക്കച്ചവടം ഒരു പുരുഷായുസ് കൊണ്ട് സമ്പാദിച്ചതല്ല അവിടെ ഇട്ടു. ഹബീബായ മുത്തു പറഞ്ഞു, സിനാനെ, സുഹൈബേ, നിന്റെ പേരിൽ ആയത്തിറങ്ങിയിട്ടുണ്ട്, വമിനന്നാസി മയ്യശ്രീ നഫ്സഹു ബിത്തിഗാ മർളാത്തില്ലാഹ് എന്ന ആയത്തിറങ്ങിയത് സുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരില. സ്വന്തം ശരീരത്തെ കച്ചവടം ചെയ്തു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ ഉറക്കെ. ഇതുമായി വിശദീകരിച്ച് ഒത്തിരി പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. സ്വന്തം ശരീരത്തെ കച്ചവടം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.